ഗൈസ്, ഈ നാട്ടിലെ ഒരു പ്രത്യേകത ഉണ്ട്. നാട്ടില് വണ്ടി ഓടിക്കുന്നവന്മാരെല്ലാം പൊട്ടന്മാരാണ്, ഉറപ്പായി. അപ്പൊ തന്നെ മലനിരകൾ കാണാൻ കഴിയും. അതേപോലെ പാട്ട് കേട്ടിരിക്കുമ്പോ മൂഡായ പവർ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്താൽ മതി മുകളിലൊക്കെ. ഗൈസ്, ഇവിടെയൊക്കെ റൂം കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചേട്ടൻ പറയായിരുന്നു. നമ്മുടെ കിഡ്നി വിൽക്കേണ്ടി വരും. പശുവിന് വരെ ക്ലാസ് ആയിട്ടിരുന്ന വർക്ക്. ഈ ടയറെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ട്. മെഷീനിന്റെ റോഡ് ഫൈ ടയേഴ്സ് അവിടെ ഒരുത്തും പോകുന്നത് കാണുന്നുണ്ട്, പക്ഷെ അവന്റെ ഫ്രണ്ടിൽ എന്താന്ന് കാണുന്നില്ല. ഒരു ലോറി വന്നാൽ പോലും ആന പോലെ പേടിക്കേണ്ടി വരും. ഹലോ ഗായ്സ്, എൻ്റെ പേര് കെൽവിൻ. വെൽക്കം ടു മെഷീൻ ട്രെയിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷോർട്ട് റൈഡാണ്. നമ്മൾ നാറോൽ വഴി മധുരൈ കൊടൈക്കനാലാണ് പോകുന്നത്. ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഞാനിനി മുന്നോട്ട് നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓൺ ടു ദ വീഡിയോ. നമ്മൾ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റൈഡ് ഇവിടെ നിന്ന് കോടൈ. 5 minutes later. നാഗർകോവിൽ റോഡിൽ കൂടെ വന്ന് അഴകി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് ബ്രേക്ക് പിടിക്കണം. ഇനി കുറച്ച് സീന് പോകും. പക്ഷെ നമ്മൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് നോട്ട് മച്ച്, ബട്ട് ഇത് നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസ് ആയിരുന്നു പണ്ട്. കാരണം കല്യാണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ റോഡ് വഴിയാണ് ട്രാവൽ ചെയ്യും. കല്യാണത്തിന് പോകുന്ന ആ റോഡിൽ കല്യാണങ്ങളൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ ഇതിൽ ടാറ്റാസും കൂടെ ബാക്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ടാറ്റ കേൾക്കാൻ പോകാറുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഫൺ റോഡ്. കാരണം ഇതേമാതിരിയായിരുന്നു പണ്ടും, ഇത്രേ ഉള്ളൂ. ഇനി ഇത് നാഷണൽ ഹൈവേയാണ്. കണ്ടോ ഗൈസ്, നമ്മൾ മധുരൈ 240 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഹൈവേ എത്തിയിരിക്കുകയാണ്. അതായത് ചേട്ടൻ എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തി. നമ്മളങ്ങനെ ഫുൾ ഓണായി. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. ബോയ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ലേശം ഇനി കട്ടോടെയാണ്, ഇവിടെ നിന്ന് ലൈറ്റ് ആയിട്ടൊന്ന് കഴിച്ചു. അങ്ങനെ എന്റെ വണ്ടിയിൽ 42 കാണിക്കുന്നുണ്ട് ആവറേജ്. 42 അത് രക്ഷിക്കാത്ത കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അലവലാദികൾ വന്നിരിക്കാനുള്ള ചാൻസ് വളരെയധികം. ഗൈസ്, ഈ നാട്ടിലെ ഒരു പ്രത്യേകത ഉണ്ട്. നാട്ടില് വണ്ടി ഓടിക്കുന്നവന്മാരെല്ലാം പൊട്ടന്മാരാണ്, ഉറപ്പായി. എനിക്ക് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മീനാക്ഷിയാണ്. ഞങ്ങളിപ്പോൾ മധുരയിലെത്തി, ഫുഡ് കഴിച്ചു. ഇനി നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അമ്പലം 4 മണിക്ക് തുറക്കത്തുള്ളൂ, 1 മണി 1:30 കഴിഞ്ഞേ ഉള്ളൂ. നമ്മളടുത്ത് നമ്മുടെ നാട്ടിലെ ചാല പോലെ ഇവിടുത്തെ ചാലയിലൂടെ കടന്നു പോകുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പ്രദേശം മൊത്തം ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം ഫുഡും കഴിച്ചു. പൊറോട്ടയൊക്കെ കഴിച്ചതിന് ശേഷം അപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിയുന്നത്, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ മധുരയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. മധുരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ കാരണം നേരത്തെ ഇറങ്ങാൻ, മധുര മീനാക്ഷി ടെമ്പിൾ കയറാതെ ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷിത തിരക്ക്. അതുപോലെ അവർക്ക് ഗണേശ ചതുർത്ഥി എന്തോ പറയുന്നത് നമുക്കറിയില്ലല്ലോ, ഒന്നും അറിയാനാണ് ചാടിക്കൊടുത്തത്. ഉച്ചയ്ക്ക് ഇങ്ങനെ പോയി എത്തുമെന്ന് അറിയില്ലായിരുന്നു. നേരത്തെ എത്തുമെന്ന് വെച്ചിട്ട് 10 മണി കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ വന്നത്. 10 മണിക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു മൂവബിൾ ആയിട്ടുള്ള റൈഡിങ് കണ്ടീഷനാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടെ കണ്ടിറങ്ങുമ്പോഴേക്ക് കറക്റ്റ് എത്തും. ഇതുപോലെ ഇവിടെ പൊസിഷൻ തുടങ്ങി. അവിടെ ഉള്ള ചേട്ടന്മാരാ പറഞ്ഞത്, ഇവിടെ ഇപ്പൊ വിട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും, ഇല്ലെങ്കിൽ കുടുങ്ങി പോകും ഇതിനകത്തുനിന്ന്. അതെന്താ വലിയ എടുപ്പ് ഓടി തപ്പിട്ടു. നമ്മള് ഒരു ജിഗിരി ദണ്ഡ അടിച്ചായിരുന്നു.
കൊള്ളാം സാധനം. നമ്മുടെ നാട്ടിലത്തെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഐസ് മാമം വരുമ്പോ കൊണ്ടുവരുന്ന ഒരു സാധനം ഈ പാലൈസ്. പിന്നെന്താ പിന്നെ പിന്നെ ഓരോരോ കളറിൽ മുഖ്യ സാധനം ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ് നോർമലിന്റെ കുടിച്ചു നോക്കി. അടിപൊളിയാണ്. 3 പേര് നോർമലാണ്. പക്ഷെ നമ്മൾ അങ്ങനെ മധുരയിൽ നിന്ന് വിട്ട് ഒരു 20-25 കിലോമീറ്റർ കഴിഞ്ഞാണ്. അപ്പൊ തന്നെ മലനിരകൾ കാണാൻ തുടങ്ങി. ഇതില് ഒരു കിടിലൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ഫ്രീ ആണ്. നമുക്കിനി ഫോൺ ടച്ച് ചെയ്ത് പാട്ട് മാറ്റണമെന്നൊന്നുമില്ല. ഡബിൾ ടാപ്പ് ടു ചേഞ്ച് സോങ്, ഡബിൾ ടാപ്പ് ടു ചേഞ്ച് സോങ്. അതേപോലെ പാട്ട് കേട്ടിരിക്കുമ്പോൾ മൂഡായി പവർ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്താൽ മതി മുകളിലൊക്കെ. ലിഫ്റ്റ് ഓഫ് ദി ത്രോട്ടിൽ, യു ഗോട്ട് ട്രാക്ക് like that. That's just fun. Guys, താഴെ ഒരു സംഭവം ഉണ്ടായി. താഴെ ഈ മഴ പെയ്തപ്പോഴത്തേക്ക് കുറെ പാറ കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ തറ കിടപ്പുണ്ടായിരുന്നു. മൊത്തത്തില് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങള് സ്പോട്ട് ഇങ്ങനെ ഒരു കോർണർ എടുക്കുമ്പോ തന്നെ ആ സ്പോട്ടിൽ അറൈവ് ആയി. അപ്പോ ഞാൻ ഗോപ്രോ ഓഫ് ചെയ്തായിരുന്നു. തുടക്കമല്ലേ എന്നുള്ള രീതിക്ക് ഓഫ് ചെയ്തായിരുന്നു. ഫൺ ഫാക്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആരും ആ സമയത്ത് അത് വീണപ്പോ ആരും ഇല്ലായിരുന്നു. ആർക്കും ഒന്നും പറ്റിയില്ല. ജസ്റ്റ് വന്ന് വീണെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്ര ഡേഞ്ചറസ് ആണെന്ന്. ബട്ട് സ്റ്റിൽ കുറച്ച് സ്റ്റേബിൾ ആണത്. ഒരുപാട് ബീച്ചുകളൊക്കെ കണ്ട് മരവിച്ച് അങ്ങ് സെറ്റ് ആയിരിക്കുന്ന ഒരു ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും മുകളിൽ കുറച്ച് ക്രാക്ക് ഉണ്ടായി. താഴെ വീണതാവാം ആ പാറ. അത്ര നല്ല കട്ടിയുള്ള പാറകളായിരുന്നു. ബോൾഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ കൊടൈക്കനാലെത്തി ഇങ്ങനെ ഒപ്പരപ്പം അമ്മോ നന്ദി നല്ല സെറ്റ്. എങ്ങനെയുണ്ട് എല്ലാം? 7 കിലോമീറ്റർ അനുഭവിച്ചെങ്കിലും 50 കിലോമീറ്റർ പൊളിയായിരുന്നു. സെറ്റ് അല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് റോഡ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഡേ 1 ഇൻ കൊടൈക്കനാൽ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. കൊങ്കു റെസിഡൻസി എന്നാണ് പേര്. അത്യാവശ്യം കത്തിയൊന്നും അല്ലാത്ത റേറ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കൊടൈക്കനാൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. കൊടൈക്കനാൽ കഴിഞ്ഞതിന് ശേഷം പൂണ്ടിയും പിന്നെ പൂണ്ടിക്കകത്ത് ഒരു ഓഫ് റോഡും പിടിക്കാനാണ് ഇന്നത്തെ. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിനി ഓൺ ദ വേയിൽ കാണാം. ലേക്ക്, കൊടൈക്കനാൽ ലേക്ക് വ്യൂ ആണത്. നമ്മളെടുത്ത റൂമും ലേക്ക് വ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഉള്ളിലാ, അത് ഇച്ചിരി ഉള്ളിലാ. ഈ സമയത്തൊക്കെ നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസോർട്ടോ സ്റ്റേയോ ഒക്കെ സംഘടിപ്പിക്കാം. നമ്മളൊരു പ്ലാനും ഇല്ലാതെ വന്നിട്ട് നോക്കാന്നുള്ള ഒറ്റ ഒരു ഇതായിരുന്നു വന്നത്. മലനിരകൾ അത് കാണുന്നുണ്ടോ? ആ ഏരിയ ആ ഒരു ലിവിങ് സൊസൈറ്റിയാണ്. അവിടെ നമ്മൾ അതിൻ്റെ അടുത്തൂടെ ആയിരിക്കും പോകുന്നത്. ഇവിടെയൊക്കെ ആരാണോ താമസിക്കുന്നത്? രക്ഷയില്ലാത്ത ഒരു കോട്ടയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. എനിക്ക് ഓളൊക്കെ നോക്കുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല. അവിടെ നോക്കാം. സംതിങ് കുഡ് ബി അപ്പ് ദേർ. എത്ര കുഴി ഉണ്ടെങ്കിലും നമ്മൾ ആ കുഴിയിൽ ഇറക്കുകയാണ് ചെയ്യേണ്ടത്. മറന്നു പോകുന്നു നമ്മൾ നാട്ടിൽ പൊട്ടിച്ചോട്ടി. കാരണം ഇത് ഹൈ റേഞ്ച് ആണ്. കുഴി ഉണ്ടെങ്കിൽ ഇറക്കുക. ഓപ്പോസിറ്റ് ലൈനിൽ കയറിയ പാട്ടാവും. കുഞ്ഞു വീട്, എന്താ അടിപൊളിയാ, പീസ്ഫുൾ ആയിട്ട്. പക്ഷെ അവർക്ക് അവരുടേതായുള്ള ഇതൊക്കെ കാണും. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് നൈസ്. ഗൈസ്, ലുക്ക് അറ്റ് ദിസ് പ്ലേസ്.
ഗൈസ് ഇവിടെയൊക്കെ റൂം കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചേട്ടൻ പറയായിരുന്നു. നമ്മുടെ കിഡ്നി വിൽക്കേണ്ടി വരും. അല്ല ഇത് കാടാന്ന് തോന്നുന്നു. എന്റെ നിലക്കുയിലേ I hope there is parking up there. ഇല്ലെങ്കിൽ ഇതും കൊണ്ട് ഇറങ്ങേണ്ടി വന്ന് അത്ര ദൂരം നടന്ന് കൊണ്ടാടങ്ങി. എനിക്ക് വലിയ ഞാനൊന്നും എടുത്തിട്ടില്ല. നമ്മൾ റൂമിൽ തന്നെ എല്ലാം വച്ചിട്ടാണ് വന്നത്. നമ്മുടെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ അതാകുമ്പോഴത്തേക്ക് വേറെ മെനക്കേടില്ല. കാരണം നമുക്ക് ഇനി പൂണ്ടി പോകാനുണ്ട്. റൈറ്റ് ഗൈസ്, പൂണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെതായ ഇതുണ്ട്, പോയിട്ട് തിരിച്ചു വരണോ. കാരണം അവിടെ സ്റ്റേ അടിക്കുന്നത് എക്കണോമിക്കലി ഇമ്പോസിബിൾ ആണ് ഞങ്ങൾക്ക്. ഭയങ്കര പ്രൈസിങ് ആണ്, എല്ലാത്തിനും നല്ല പ്രൈസാണ്. മൈതാനം മെഡോസ് നെക്സ്റ്റ് മൈതാനമല്ല, വേറെന്തോ പേരാണ്. പശുക്കളൊക്കെ അയവിറക്കുന്ന സ്ഥലം. പശുവിന് വരെ ക്ലാസ് ആയിട്ടിരുന്ന അയവിറക്കാം. എന്താ അടിപൊളിയല്ലേ? കയറുമ്പോൾ തന്നെ കോട ഇങ്ങനെ ഇറങ്ങും നമ്മുടെ ഫ്രണ്ടിലോട്ട്. ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വാ, ലുക്ക് അറ്റ് ദാറ്റ്. സോ ഗൈസ്, ഇൻടു ദ ഫോറസ്റ്റ്. കാട്ടിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾ. കാടൊന്നുമല്ല, കാടാണെന്ന് തോന്നുന്നു. മരങ്ങളുടെ നിപ്പ് അത്ര ശരിയല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഫസ്റ്റ് കോട ഇല്ലാതെ കാണണം, എന്നിട്ട് കോട ഉള്ളപ്പോൾ കാണണം. നമ്മൾ വന്ന ടൈം കറക്റ്റ് ആയിരുന്നു ഗൈസ്. ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇറങ്ങിയതും ഫുള്ള് കോട കയറി അങ്ങ് ബ്ലോക്കായി. അപ്പൊ രാവിലെ വന്നവർക്ക് നല്ലൊരു വ്യൂ കിട്ടിക്കാണും ഗൈസ്. എന്താണ് നിങ്ങൾ അവിടെ കാണുന്നത്? വി നോ that's our spot ഗൈസ്. നമ്മൾ ഗുണാക്കിയതെത്തി ഇതിന്റെ ബാക്കിലാണ് സംഭവം. അടിയൊന്നുമില്ല, നമ്മളെപ്പോഴും വരുന്നല്ലേ. ഓക്കെ, ബാക്കി വന്നിട്ട് അന്യ ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് സ്റ്റേറ്റ് പോയിട്ട് സ്വന്തം നാട്ടിലുള്ള വണ്ടി കാണുമ്പോൾ ഒരു സുഖം, ഒരു രസം. നമ്മളെത്തി. ആരാ നോക്കിയേ? വാങ്ങിച്ചോണ്ട് പോലെ എൻ്റെ ഫോട്ടോ. വേരി പരിപാടി കണ്ടോ വേരി ഗൈസ്? ഇതുവഴിയാണ് അവർ ചാടിപ്പോയത്. ഇവിടെ നിന്നാണ് ഒരു മോഷൻ പോസ്റ്ററിൽ മഞ്ഞുമേൽ ബോയ്സ് എന്ന് നമ്മൾ ഇറങ്ങി. ഇതാണ് ഗുഹ. യെസ്, പോവാണ് ഗൈസ്. അടുത്ത സ്പോട്ട് പൈൻ ഗൈസ്. പൈൻ ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട്? വലിയ ക്രൗഡൊന്നുമില്ല. ഇതേ ഒരു കുതിര ബ്രോ ഉണ്ട്, അതുപോലെ നമ്മുടെ കുട്ടാപ്പിയാലൻ നടന്നു പോകുന്നുണ്ട്. കുതിര ബ്രോ സെറ്റാണ്. പിന്നെ അല്ലാതെ തടവിലല്ലേടാ അവര്. നമുക്ക് ബാക്കി അടുത്ത സ്ഥലത്തിൽ പോയിട്ട്. മഴയല്ലേ ആ കൂട്? നല്ല മഴ ഉണ്ട്. റെയിൻകോട്ട് എടുത്തില്ല. ലുക്കറ്റ് റോഡ് കാണാനില്ല. റോഡ് എവിടെയാ? ആളുണ്ടോ? ഒന്നും കണ്ടുകൂടാ. ദൈവം അവിടെ ഒരുത്തും പോകുന്നത് കാണുന്നുണ്ട്, പക്ഷെ അവന്റെ ഫ്രണ്ടിൽ എന്താന്ന് കാണുന്നില്ല. ഒരു ലോറി വന്നാൽ പോലും ആന പോലെ പേടിക്കേണ്ടി വരും. സീനറി മാറി. തൊട്ടു ഇപ്പുറത്ത് കോടയായിരുന്നു, ഇപ്പൊ വേറെ ക്ലൈമറ്റാ, വേറെ മലയെത്തിയത് പോലെ. ഇവിടെ എങ്ങനെയാണ് പരിപാടി നമുക്കൊന്നും മനസ്സിലാവൂല. കാരണം ഓരോരോ സ്ഥലത്തും ഓരോരോ വലിയ എന്തോ എന്ന് ഒരു ഇത് വേണ്ട. കാരണം ഇത് ഇവിടെ കോമൺ ആണ്, ഇവിടുത്തെ ആൾക്കാർക്ക് ഇതറിയാം. ഓരോരോ മിനിറ്റിലായിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നത്. ഒരു സെക്കൻഡ് ചിലപ്പോൾ നമ്മളെ കാണാൻ പറ്റൂല, ആരെയും കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഉടനെ ക്ലിയർ ആവും, വീണ്ടും നോർമലായി. അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇവിടെ എല്ലാവർക്കും നോർമലാണ്, പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് ആദ്യമായിട്ടല്ല, ഇത് കുറെ കാലം നമ്മളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതൊരു നൈസാണ് സത്യം പറഞ്ഞു. ഈ ടയറെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ട്. മെസ്ലിൻ്റെ റോഡ് 5 ടയേഴ്സ്
എത്ര പ്രാക്ടിക്കാലിറ്റി ഉള്ള ഒരു ടയറാണെന്ന് അറിയും. നമുക്ക് ഏത് സർഫസ് ആണെങ്കിലും എക്സെപ്റ്റ് ഓഫ് റോഡ്സ് ആൻഡ് ടെറൈൻസ് ദിസ് ഗിവ്സ് യു ആബ്സല്യൂട്ട് ബെസ്റ്റ്. റോഡിന്റെ പ്രസൻസിൽ നമുക്ക് ഒരു എനിക്കാണെങ്കിൽ റോഡ് വണ്ടിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വെറ്റ് സർഫസസിൽ അധികം ഇതൊന്നും ചെയ്യാം, ഒരു അഗ്രസീവായിട്ട് ഓട്ടിക്കാൻ നോക്കത്തില്ല. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു സിവിക് സെൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കൈ നിൽക്കില്ല, എത്ര എന്ത് ചെയ്താലും ശരി, ആരൊക്കെ എന്ത് അഹങ്കാരത്തിൽ പറഞ്ഞാലും ശരി, ഒരു കുഞ്ഞു കല്ല് മതി വെറ്റ് സർഫസിൽ നമ്മുടെ ഫുള്ള് വണ്ടിയുടെ ഇതുപോലെ. പിന്നെ ഒരു അക്വ പ്ലാനിങ് മതി, നമ്മുടെ കയ്യിൽ നിന്ന് പോകും വണ്ടി. നമ്മൾ വിചാരിക്കും വണ്ടി സ്റ്റേബിളാണ്, വെയിറ്റ് ഉണ്ട്, വെള്ളത്തിൽ കയറുമ്പോഴത്തേക്ക് വെള്ളം മാറി നിൽക്കുന്നുണ്ട്. നോ, ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അതിൻ്റെതായൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ എടുത്ത് ഇതുപോലത്തെ ഏരിയയിലേക്ക് എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണെന്നറിയോ. ഞാൻ കോർണർ എനിക്ക് ചെയ്യാൻ പറ്റും, ചെയ്യത്തില്ല, ഞാൻ വെറുതെ എന്തിനാ തറയിൽ കിടക്കുന്നത്. ഞാൻ നന്നായിട്ട് കോർണർ ചെയ്യുന്ന ഒരാളാണ്, പില്ലിയനും വിത്തൗട്ട് പില്ലിയനും വിത്ത് പില്ലിയനും. പക്ഷേ സാഹചര്യം സേഫ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് ഇനിഷ്യേറ്റ് ചെയ്യത്തില്ല. ഇവിടെ പോലും നല്ലൊരു കോൺഫിഡൻസ് ആ ടയർ തരുന്നത്. ഒരു തരത്തിൽ എൻ്റെ മുമ്പേ ഒരു മെഷിലിൻ്റെ എൻ്റെ എപ്പിസോഡിൽ മെഷിലിൻ്റെ ഒരു കോമ്പൗണ്ട് ടയർ ഉണ്ടായിരുന്നു. മറ്റേത് കോമ്പൗണ്ട് അല്ല, മറ്റേത് എന്താ മെഷിലിൻ പൈലറ്റ് എന്ന് പറഞ്ഞു, സ്ട്രീറ്റ് പൈലറ്റോ എന്തോ. മെഷിലിന് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ടയറാണ് സിറ്റി യൂസിന് വേണ്ടിയിട്ടുള്ള. അതിന് വെറ്റിൽ ഒരു കോൺഫിഡൻസും ഇല്ലത്, കിടന്ന് വണ്ടി സ്ലൈഡ് ആവും. അതെ, ജസ്റ്റ് ചുമ്മാ കയറി പോകുമ്പോഴേ സ്ലൈഡ് ആവും. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ നമ്മൾ കുറച്ച് ടൂ മച്ച് പവർ ഒന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി വണ്ടി. കോട്ടേജസ് കണ്ടോ എന്താ അല്ലേ, നൈറ്റ് ലൊക്കേഷൻ. വാ, ഞാൻ തിരിഞ്ഞു കാണിച്ചതാണ്, നോക്കിയേ. ഓ എന്താ അല്ലേ, അടിപൊളി. ചേട്ടനും കണ്ടായിരുന്നു, അത് സെറ്റല്ലേ. മല വീഴുന്നത്, അപ്പുറത്ത് ഒരു മലയുണ്ട്, ആ മലയാണ് പൂപ്പാറ. ഇവിടുത്തെ ഇതാണ് ഗൈസ് ഫുഡ്. വേറെ ഒന്നുമില്ല, മീൽസും ഒരു 65 മതി, സെറ്റ് ഗൈസ്. അതാണ് പൂപ്പാറ പ്രദേശം. ഓഹ് ഉഗ്രൻ. ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം, ഒറ്റ സെക്കൻഡേ. ഒരു രക്ഷയില്ലാത്ത ഗ്രാമം. വാവ്, എന്താ അല്ലേ. നല്ല മഴ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 1 ഇത് ഫുള്ള് കഴിയില്ല, പാർട്ട് 2 ഉണ്ട്. കാരണം ഓഫ് റോഡ് നമ്മൾ ചെയ്ത് അതൊരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. നമ്മളത് പാർട്ട് 2 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇനി ഓഫ് റോഡാ കിടക്കുന്ന ഒരുത്തൻ, വണ്ടിക്കൊന്നും പറ്റിയില്ല. ആ ചേട്ടൻ, നമ്മളെ ചേട്ടൻ വീണ്. ഇനി അങ്ങോട്ട് വേണ്ടി എങ്ങനെയാണ്, ഇനി ഒരു കിടിലം തേരിയാണ്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു.